ചങ്കുപൊട്ടി വിളിച്ചുകൊണ്ട് ഈ കാണുന്ന ജനസാഗരം മുഴുവൻ ഒരു നോക്ക് പ്രിയ സഖാവിനെ കാണാൻ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക്. രക്തസാക്ഷികളുടെ വിപ്ലവങ്ങളുടെ നാടായ ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഇപ്പോഴും അണ പൊട്ടാതെ ഒഴുകുകയാണ് VS-നെ കാക്കുന്ന ജനം. ഇന്നലെ അർദ്ധരാത്രി മുതൽ VS-നെ കാണാൻ ആലപ്പുഴയിലേക്ക് എത്തിയവരാണ്. ഇപ്പോഴും അണമുറിയാതെ ഈ ജനങ്ങൾ എത്തുന്നത് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ്. ഓർമ്മകളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളി പാർട്ടി സെക്രട്ടറി സഖാവ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാനൊരു കത്തയച്ചു പുള്ളിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. അതായത് വെച്ചാൽ പിന്നെ ഈ പാർട്ടി മെമ്പർമാർ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റാണോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സഖാവിൻ്റെ മറുപടി തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അങ്ങനെ പാർട്ടിയെ ദുരുപയോഗം ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവന് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല. അപ്പോൾ അത് ആളുടെ മറുപടി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. അത് അഭിവാദ്യമൊക്കെ അർപ്പിച്ചു. ശരി. എൻ്റെ 18ാമത്തെ വയസ്സിൽ പോയി കാണാൻ തുടങ്ങിയ 18 വയസ്സിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്. ഇപ്പം എനിക്ക് 65 വയസ്സായി. ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഒന്നുമില്ല. അന്ന് വരെ ഇന്ന് വരെ സഖാവായിട്ടുള്ള ബന്ധമുണ്ട്. സഖാവിനെ കണ്ടിട്ടുണ്ട്, നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ വന്നു. അതെ, എറണാകുളത്തുനിന്ന്. എറണാകുളം പുക്കാട്ടുപടി എന്ന് പറയും, ആലുവ പുക്കാട്ടുപടി, അടുത്തല പഞ്ചായത്തിലാണ്. ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് പാടില്ല, കാലിന് സുഖമില്ല. അതിപ്പോൾ കൊണ്ടുവന്നുണ്ട് കാണിക്കാൻ. ഞങ്ങൾ 4 സഖാക്കന്മാരാണ്. സഖാവിനെ കാണാൻ നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ചുറ്റും കേൾക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇല്ല മരിക്കുന്നില്ല, ധീരസഖാവ് മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സഖാവ് മരിക്കുന്നില്ല എന്ന് ഇന്നലെ മുതൽ നമ്മളുടെ കാതിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ VS എന്ന് പറയുന്ന സഖാവ് എങ്ങനെയാണ് മരിക്കുക? അയാൾ ജീവിച്ചിരിക്കുന്നവരോട് ജീവിക്കുന്നു, മരിച്ചവരോട് ജീവിക്കുന്നു, ഇനി ജനിക്കാനിരിക്കുന്ന ആളുകളെയും കൂടി ജീവിക്കുന്ന ഒരു വലിയ മഹാചരിത്രമായിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഈ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കേരളത്തിനപ്പുറത്തേക്ക് എല്ലാം എത്തിച്ചേരുന്നത്. ഇപ്പം ഞങ്ങൾ VS-നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 2 തമിഴായിട്ടുള്ള ആളുകൾ വന്ന് വീരവണക്കം വിളിച്ചിട്ട് പോകുന്നത്. നമുക്കൊരു ഭയങ്കര ആവേശം നൽകുന്ന VS നമ്മളിൽ ഉണ്ടാക്കിയ ആവേശം പോലെ തന്നെ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരാവേശം നമുക്ക് വീണ്ടും ആ വീരവണക്കം കേട്ടപ്പോൾ ഉണ്ടായി. അപ്പോൾ ആ സഖാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഈ വലിയ മഴയിലും വെയിലിലുമെല്ലാം കാത്തു നിന്ന അനേകായിരം ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ സഖാവ് ഇപ്പോൾ നമുക്കറിയാം, പ്രായഭേദമന്യേ യുവാക്കൾ വന്നിട്ടുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ സഖാവിൻ്റെ സജീവ രാഷ്ട്രീയ കാലത്തിന് ശേഷവും ഈ പുതിയ ജെൻസി എന്ന് പറയുന്ന ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് സഖാവിനെക്കുറിച്ച് അറിഞ്ഞും കേട്ടറിഞ്ഞും അവരുടെ മുൻതലമുറ പറഞ്ഞു കൊടുത്തുമുള്ള അറിവാണ് അവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഖാവിൻ്റെ ചരിത്രം ഇനി വരുന്ന ആളുകൾ, പുതിയ ജനറേഷൻ സഖാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പുന്നപ്ര വയലാർ പോലുള്ള ചരിത്രം കൂടി പഠിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സഖാവ് ഇവിടുന്ന് നമ്മളിൽ നിന്നും വിടവാങ്ങി പോകുന്നത്.